ദേവാമൃതം. നമസ്കാരം. ഈശ്വര ചൈതന്യത്തിലേക്ക് നമ്മെ ഏറെ അടുപ്പിക്കുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം. സാഗരം അറിവിൻ്റെ സാഗരം, ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദിവ്യമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്വരൂപത്തെ ആദ്യമായിട്ട് ജനങ്ങൾക്ക് വെളിപ്പെടുത്തിയ ശിവലിംഗദാസ സ്വാമിക്ക് പ്രണാമം. സ്വാമി രചിച്ച ഗുരുഷഡ്കത്തിലൂടെയുള്ള നമ്മുടെ യാത്ര അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുകയാണ്. ഇനി ഒരു വരി കൂടി നമുക്ക് ഇതിൽ പറയേണ്ടതുണ്ട്. അതിനു മുമ്പ് ശിവലിംഗദാസ സ്വാമി ഇതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സൂത്രമുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഗുരുഷഡ്കം ഓം നമ ശിവായ എന്ന മന്ത്രത്തിൻ്റെ എക്സ്പാൻഷനാണ്, അതിൻ്റെ വിശദീകരണമായിട്ടാണ് ശിവലിംഗദാസ സ്വാമി എഴുതിയിരിക്കുന്നത്. ശിവലിംഗദാസ സ്വാമി ശിവനിലെ പരബ്രഹ്മസ്വരൂപത്തെ അറിയുകയും ആ പരബ്രഹ്മസ്വരൂപത്തെ ഗുരുവിൽ കാണുകയും ചെയ്തുകൊണ്ടാണ് തൻ്റെ ജന്മം സാർത്ഥകമാക്കിയത്. ഇപ്പോൾ ഓം നമശിവായ എന്ന മന്ത്രത്തിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ് ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധ മുക്ത മഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരീ കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ നഃ കൽപ്പതേ സിദ്ധ്യൈ പാദാംബുജരജോലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന ഗുരുഷഡ്കത്തിലെ ഈ ഓരോ പദ്യത്തിൻ്റെയും ആദ്യത്തെ അക്ഷരം നിങ്ങൾ നോക്കുക. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ ഓം നമശിവായ എന്ന മന്ത്രമാണ്. അപ്പോൾ ഗുരുഷഡ്കം പഠിക്കാനും ഓർത്തിരിക്കുവാനും നിങ്ങൾക്ക് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ സൂത്രത്തെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഗുരുസാഗരത്തിൽ അതുകൂടി നിങ്ങളോട് ബോധിപ്പിച്ചത്. അങ്ങനെയിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് മോക്ഷത്തെ പ്രാപിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, വിധിക്കപ്പെട്ടിരിക്കുന്ന, നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദാംബുജ രജോലവ, അതുപോലും എന്താണത്? പാദാംബുജം, പാദമാകുന്ന താമര, ആ പാദതാമരയിൽ പറ്റിയിരിക്കുന്ന ഒരു ചെറു മൺതരി എടുത്ത് സേവിക്കുന്നത് പോലും നമുക്ക് മോക്ഷത്തെ സിദ്ധിക്കുന്നതാണ് എന്ന് ശിവലിംഗദാസ സ്വാമി പറയുന്നു. ഒരു മൺതരി ഒരു സൂര്യാംശു പോലെയാണ്. ബൃഹത്തായിരിക്കുന്ന സൂര്യനിൽ നിന്ന്
ഭൂമിയിലെ ഒരു മഞ്ഞുതുള്ളിയിൽ പ്രതിഫലിക്കുന്ന സൂര്യനിലേക്കുള്ള ദൂരമാണ് വിശാലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കാണാവുന്ന അതിൻ്റെ ഒരു ഘടകമായ മൺതരിയിലേക്കുള്ള ദൂരം. വിശദമായി പറയേണ്ടതുണ്ട് അതിനെക്കുറിച്ചിട്ട്. അതിനാൽ നമുക്ക് അടുത്ത ലക്കം തുടരാം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. ദേവാമൃതം